എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 എക്സാമിലെ പാർട്ട് 1 മാത്സ്, സയൻസ് എന്നിവയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പരീക്ഷയിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും മാത്രമാണ്. ചില സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് മാത്സ് ഞാൻ ഇങ്ങനെയും ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. വിശദമായി കൊണ്ട് മാത്സിലെ ഓരോ ചോദ്യങ്ങളും വിശദീകരിക്കുന്ന ക്ലാസ് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ തവണയും സൂചിപ്പിക്കുന്നത് പോലെ പറയട്ടെ, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ, ഈ ഉസ്താദ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. ആദ്യം നമുക്ക് മാത്തമാറ്റിക്സ് സംബന്ധമായ ചോദ്യങ്ങൾ വായിക്കാം. 31ാമത്തെ ചോദ്യം മുതൽ 60ാമത്തെ ചോദ്യം വരെയാണ് മാത്സ് സംബന്ധമായ ചോദ്യങ്ങൾ ഉള്ളത്. ഇവിടെ 31ാമത്തെ ചോദ്യം, ഒരു ചിത്രം നൽകിയിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികം ആണ്. അതിൽ കോൺ ACB 60 ഡിഗ്രി ആയാൽ കോൺ BAFന്റെ അളവ് എത്രയായിരിക്കും? ചിത്രത്തിൽ ABCD എന്നത് ഒരു സാമാന്തരികമാണ്. അതിൽ കോൺ ACB 60 ഡിഗ്രിയാണ്. എങ്കിൽ കോൺ BAFന്റെ അളവ് എത്രയായിരിക്കും? 70 ഡിഗ്രി, B 60 ഡിഗ്രി, C 50 ഡിഗ്രി, D 40 ഡിഗ്രി. ഇതിൽ ഉത്തരം B ആണ്, 60 ഡിഗ്രി. 32. താഴെ കൊടുത്തിരിക്കുന്നവയിൽ A-B+Cക്ക് തുല്യമായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ A-B+Cക്ക് തുല്യമായത് ഏതാണ്? ഉത്തരം മാത്രം പറയാം, ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല. ഉത്തരം C ആണ്. A- എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം B-C. അത് A-B+C എന്നതിന് തുല്യമാണ്. C ആണ് ഉത്തരം. 33. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 10% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 10% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? പരപ്പളവ് അഥവാ ഏരിയ എത്ര ശതമാനമാണ് വർദ്ധിക്കുക? A 5%, B 10%, C 11%, D 21%. D ആണ് ഉത്തരം, 21%. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 10% വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് അഥവാ ഏരിയ 21% വർദ്ധിക്കും. D ആണ് ഉത്തരം. 34. Y is equal to 2x plus 12/4 plus 2x plus 1/3. ഇതിൽ x എന്നത് -2 ആയാൽ y യുടെ വില എത്രയാണ്? ഈ കണക്കിൽ അഥവാ 2x plus 12/4 plus 2x plus 1/3യിൽ x എന്നത് -2 ആയാൽ y യുടെ വില എത്രയായിരിക്കും എന്നാണ് ചോദ്യം. A -2, B 0, C 1, D 2. C ആണ് ഉത്തരം, 1 ആയിരിക്കും. ഇതിൽ x -2 ആയാൽ y 1 ആയിരിക്കും. C ആണ് ശരിയായ ഉത്തരം. 35. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? A ഗവേഷണ മനോഭാവം വളരുന്നു, B ഓർമ്മശക്തി വർദ്ധിക്കുന്നു, C വിവരശേഖരണത്തിനുള്ള കഴിവ് വളരുന്നു, D അപഗ്രഥന ശേഷി വർദ്ധിക്കുന്നു. ഇതിൽ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് എന്നാണ് പറയേണ്ടത്. ഉത്തരം B ആണ്, ഓർമ്മശക്തി വർദ്ധിക്കുന്നു എന്നത്. അത് പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതയല്ല. എന്നാൽ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകളാണ് ബാക്കി 3 എണ്ണവും. അത് നമ്മൾ നന്നായി ഓർത്തു വെക്കുക. ഗവേഷണ മനോഭാവം വളരുന്നു,
വിവരശേഖരണത്തിനുള്ള കഴിവ് വളരുന്നു, അപഗ്രഥന ശേഷി വർദ്ധിക്കുന്നു. ഇവിടെ ബി ആണ് ഉത്തരം. 36. ഇവിടെ ഒരു ചിത്രം നൽകിയിരിക്കുകയാണ്. ആ ചിത്രം നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും എ ബി വൃത്തത്തിന്റെ വ്യാസവുമാണ്. കോൺ ബി ഒ സി 60 ഡിഗ്രി, കോൺ ഒ സി ഡി 40 ഡിഗ്രി ആയാൽ കോൺ എ ഒ ഡിയുടെ അളവ് എത്രയാണ്? അപ്പൊ ഏത് കോണുകളാണ് എന്ന് നമ്മൾ പ്രത്യേകം ആ ചിത്രത്തിൽ നോക്കി അത് മനസ്സിലാക്കുക. ഇവിടെ കോൺ ബി ഒ സി 60 ഡിഗ്രിയാണ്. അതിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നു 60 ഡിഗ്രി എന്ന്. കോൺ ഒ സി ഡി 40 ഡിഗ്രിയാണ്, അതും അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എങ്കിൽ കോൺ എ ഒ ഡിയുടെ അളവ് എത്രയാണ്? എ 20 ഡിഗ്രി, ബി 30 ഡിഗ്രി, സി 40 ഡിഗ്രി, ഡി 60 ഡിഗ്രി. ഉത്തരം 20 ഡിഗ്രിയാണ്. എ ആണ് ഉത്തരം, 20 ഡിഗ്രി. 37. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത ചരിത്രം പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശ്യം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത ചരിത്രം പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശ്യം അല്ലാത്തത് ഏത്? എ. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നതിന്, ബി. ദേശീയ അന്തർദേശീയ മൂല്യങ്ങൾ വളർത്തുന്നതിന്, സി. ഗണിത പഠനത്തിൽ കുട്ടികൾക്ക് താല്പര്യം ജനിപ്പിക്കുന്നതിന്, ഡി. പാഠഭാഗങ്ങൾ അവതരിപ്പിക്കാൻ അനുയോജ്യമായ സന്ദർഭങ്ങൾ കണ്ടെത്തുന്നതിന്. ഉത്തരം എ ആണ്, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നതിന്. അതിന് ഗണിത ചരിത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നതിന്. 38. ഇവിടെ ഒരു ത്രികോണത്തിന്റെ ചിത്രം നൽകിയിരിക്കുന്നു. ആ ചിത്രം നമ്മൾ ശ്രദ്ധിക്കുക. ചിത്രത്തിൽ ബി സി = 5 സെന്റിമീറ്റർ, എ സി = 13 സെന്റിമീറ്റർ, കോൺ ബി 90 ഡിഗ്രി ആയാൽ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് അഥവാ ഏരിയയാണ് ചോദിക്കുന്നത്. ഈ ത്രികോണത്തിന്റെ ഏരിയ ബി സി 5 സെന്റിമീറ്റർ ആണ്, എ സി 13 സെന്റിമീറ്റർ ആണ്, ഒരു കോണായ കോൺ ബി 90 ഡിഗ്രി ആണ്. എങ്കിൽ എ ബി സിയുടെ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദ്യം. എ 15 ചതുരശ്ര സെന്റിമീറ്റർ, ബി 30 ചതുരശ്ര സെന്റിമീറ്റർ, സി 60 ചതുരശ്ര സെന്റിമീറ്റർ, ഡി 65 ചതുരശ്ര സെന്റിമീറ്റർ. ഉത്തരം ബി ആണ്, 30 ചതുരശ്ര സെന്റിമീറ്റർ. ബി ആണ് ഉത്തരം. 39. ഒരു ചതുരപ്പെട്ടിയുടെ അകത്തെ അളവുകൾ 20 സെന്റിമീറ്റർ × 10 സെന്റിമീറ്റർ × 15 സെന്റിമീറ്റർ ആണ്. ഈ പെട്ടിയിൽ 1 സെന്റിമീറ്റർ വശമുള്ള എത്ര യൂണിറ്റ് ക്യൂബുകൾ അടക്കി വെക്കാം? ഒരു ചതുരപ്പെട്ടിയുടെ അകത്തെ അളവുകൾ 20 സെന്റിമീറ്റർ × 10 സെന്റിമീറ്റർ × 15 സെന്റിമീറ്റർ ആണ്. ഈ പെട്ടിയിൽ 1 സെന്റിമീറ്റർ വശമുള്ള എത്ര യൂണിറ്റ് ക്യൂബുകൾ അടുക്കി വെക്കാം? എ 30, ബി 150, സി 300, ഡി 3000. ഡി ആണ് ഉത്തരം, 3000 ആണ്. ഡി ആണ് ഉത്തരം, 3000. 40. ആരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി? ആരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി? എ ഭാസ്കരാചാര്യ, ബി ബ്രഹ്മഗുപ്ത, സി കാപ്രേക്കർ, ഡി ശ്രീനിവാസ രാമാനുജൻ. ഡി ആണ് ഉത്തരം, ശ്രീനിവാസ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി. ഡി ആണ് ഉത്തരം. 41. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം 7:5.
ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലായാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം 7:5. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലായാൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? എ 48, ബി 36, സി 28, ഡി 20. ഉത്തരം സി ആണ് 28. 42. ഇത് സൈക്കോളജിയിൽ നമ്മൾ പഠിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രൂണറുടെ ആശയ സ്വീകരണ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രൂണറുടെ ആശയ സ്വീകരണ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? Which of the following is the correct order of stages of concept attainment proposed by Bruner? എ പ്രവർത്തന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ബിംബന ഘട്ടം. എനാക്റ്റീവ്, സിംബോളിക്, ഐക്കോണിക്. ബാക്കി വായിക്കേണ്ടതില്ല, ആ വാക്കുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഏതാണ് ശരിയായ ക്രമം എന്നാണ് ചോദിക്കുന്നത്. സി എന്ന ഓപ്ഷനാണ് ശരി. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. എനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. സി ആണ് ശരിയായ ഓപ്ഷൻ. 43. ഒരു കാർ 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ കാറിന് 150 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടി വരും? ഒരു കാർ 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ കാറിന് 150 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടി വരും? എ 1 മണിക്കൂർ 30 മിനിറ്റ്, ബി 2 മണിക്കൂർ 15 മിനിറ്റ്, സി 2 മണിക്കൂർ 30 മിനിറ്റ്, ഡി 2 മണിക്കൂർ 45 മിനിറ്റ്. ഉത്തരം സി ആണ് 2 മണിക്കൂർ 30 മിനിറ്റ്. സി ആണ് ഉത്തരം. 44. a raise m into a raise n is equal to a raise m plus n എന്ന വാക്യം രൂപീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഏതാണ്? a raise m into a raise n is equal to a raise n m plus n എന്ന വാക്യം രൂപീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഏതാണ്? എ ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ്, ബി പരീക്ഷണ രീതി അഥവാ ലബോറട്ടറി മെത്തേഡ്, സി പ്രൊജക്റ്റ് രീതി അഥവാ പ്രൊജക്റ്റ് മെത്തേഡ്, ഡി അപഗ്രഥന രീതി അഥവാ അനലൈറ്റിക് മെത്തേഡ്. എ ആണ് ഉത്തരം. ആഗമന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡ്. 45. ഗണിതത്തിലെ പ്രശ്നപരിഹരണ തന്ത്രം അല്ലാത്തത് ഏതാണ്? Which is not a problem solving strategy in mathematics? എ ചിത്രം വരക്കൽ അഥവാ ഡ്രോയിങ് പിക്ചർ, ബി മനപ്പാഠം അഥവാ റോട്ട് ലേണിംഗ്, സി പുറകോട്ട് ചിന്തിക്കൽ തിങ്കിങ് ബാക്ക്വാർഡ്സ്, ഡി ഊഹിക്കലും പരിശോധിക്കലും ഗസ് ആൻഡ് ചെക്ക്. ബി ആണ് ഉത്തരം, മനപ്പാഠം അഥവാ റോട്ട് ലേണിംഗ്. 46. x is equal to 1/9, y is equal to -1/4 ആയാൽ 81 x² പ്ലസ് 16 y² എത്രയായിരിക്കും? എ 1, ബി 2, സി 3, ഡി 13. ഉത്തരം ബി ആണ് 2. x is equal to 1/9, y is equal to -1/4 ആയാൽ 81 x² പ്ലസ് 16 y² എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഉത്തരം 2 എന്നാണ്. 47. 100² is equal to 99² പ്ലസ് k ആയാൽ k യുടെ വില എത്ര? 100² is equal to 99² പ്ലസ് k ആയാൽ k യുടെ വില എത്രയാണ്?
എ 199, ബി 100, സി 99, ഡി 1. ഉത്തരം എ ആണ്, 199. കെയുടെ വില 199 എന്നായിരിക്കും. എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യം ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി ഇവിടെ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഈ ചോദ്യം അല്പം വലിയ ചോദ്യമായതുകൊണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. 50 കുട്ടികൾക്ക് ഒരു ഗണിത പരീക്ഷയിൽ കിട്ടിയ സ്കോർ സംബന്ധിച്ച വിവരങ്ങളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. സ്കോർ കുട്ടികളുടെ എണ്ണം. 90-ൽ കൂടുതൽ മാർക്ക് കിട്ടിയത് ഒരു കുട്ടി, 80-ൽ കൂടുതൽ 3 കുട്ടികൾ, 70-ൽ കൂടുതൽ 6 കുട്ടികൾ, 60-ൽ കൂടുതൽ 13 കുട്ടികൾ, 50-ൽ കൂടുതൽ 25 കുട്ടികൾ, 40-ൽ കൂടുതൽ 35 കുട്ടികൾ, 30-ൽ കൂടുതൽ 43 കുട്ടികൾ, 20-ൽ കൂടുതൽ 48 കുട്ടികൾ, 10-ൽ കൂടുതൽ 50 കുട്ടികൾ. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. 40-ൽ കുറവ് സ്കോർ ലഭിച്ച എത്ര കുട്ടികൾ ഉണ്ട്? 40-ൽ കുറവ് സ്കോർ ലഭിച്ച എത്ര കുട്ടികൾ ഉണ്ട്? എ 10, ബി 15, സി 25, ഡി 35. ഉത്തരം ബി ആണ്, 15. 15 കുട്ടികൾക്കാണ് 40-ൽ കുറവ് സ്കോർ ലഭിച്ചത്. ബി ആണ് ഓപ്ഷൻ. 49. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ചെറുത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി സ്മാളസ്റ്റ് വൺ? എ 0.5 ഇൻറ്റു 0.05, ബി 5/100 ഹരിക്കണം 1/10, സി 25/100, ഡി 5/1000 ഇൻറ്റു 5/10. ഉത്തരം ഡി ആണ്, 5/1000 ഇൻറ്റു 5/10. 50. ഒരു കച്ചവടക്കാരൻ 200 രൂപക്ക് ഒരു സാധനം വിറ്റപ്പോൾ 20 രൂപ നഷ്ടമായി എങ്കിൽ കച്ചവടത്തിലെ നഷ്ടശതമാനം എത്ര? ഒരു കച്ചവടക്കാരൻ 200 രൂപക്ക് ഒരു സാധനം വിറ്റപ്പോൾ 20 രൂപ നഷ്ടമായി എങ്കിൽ കച്ചവടത്തിലെ നഷ്ടശതമാനം എത്ര? എ 9/111%, ബി 10%, സി 11/1/9%, ഡി 20%. ഉത്തരം എ ആണ്, 9/111%. 51. 2000 രൂപക്ക് 10% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന കൂട്ടുപലിശ എത്ര? 2000 രൂപക്ക് 10% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന കൂട്ടുപലിശ എത്രയാണ്? എ 220 രൂപ, ബി 400 രൂപ, സി 420 രൂപ, ഡി 440 രൂപ. ഉത്തരം സി ആണ്, 420 രൂപ. 52. 1.5 കിലോഗ്രാം പഞ്ചസാരയുടെ വില 60 രൂപ ആണെങ്കിൽ 4 കിലോഗ്രാം പഞ്ചസാരയുടെ വില എന്ത്? 1.5 കിലോഗ്രാം പഞ്ചസാരയുടെ വില 60 രൂപ ആണെങ്കിൽ 4 കിലോഗ്രാം പഞ്ചസാരയുടെ വില എന്താണ്? എ 120 രൂപ, ബി 140 രൂപ, സി 160 രൂപ, ഡി 180 രൂപ. ഉത്തരം സി ആണ്, 160 രൂപ. 160 രൂപയായിരിക്കും. സി ആണ് ഉത്തരം. 53. 1 മുതൽ തുടർച്ചയായ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 1 മുതൽ തുടർച്ചയായ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് 15 കണ്ടിന്യൂസ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1? എ 17, ബി 15,
സി 14, ഡി 13. ഉത്തരം 15 ആണ്. ബി എന്ന ഓപ്ഷനാണ് ശരി, 15. 54. ജ്ഞാന നിർമ്മിതിവാദം ഊന്നൽ നൽകുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ജ്ഞാന നിർമ്മിതിവാദം ഊന്നൽ നൽകുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഫോക്കസ് ഓൺ കൺസ്ട്രക്റ്റിവിസം? എ. അധ്യാപകൻ ആശയങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ബി. ആശയങ്ങൾ മനഃപ്പാഠമാക്കുകയും ഓർമ്മശക്തി പരിശോധിക്കുകയും ചെയ്യുന്നു. സി. അനുകരണത്തെ കേന്ദ്രീകരിക്കുന്നു. ഡി. അധ്യാപകൻ പഠനത്തിൽ കുട്ടിക്ക് വേണ്ട കൈത്താങ് നൽകുന്നു. ഇവിടെ ഉത്തരം ഡി ആണ്. അധ്യാപകൻ പഠനത്തിൽ കുട്ടിക്ക് വേണ്ട കൈത്താങ് നൽകുന്നു. ഡി എന്ന ഓപ്ഷനാണ് ശരി. 55. ഒരു ടാങ്കിൽ 4/5 ഭാഗം അഥവാ 5ൽ 4 ഭാഗം വെള്ളം ഉണ്ട്. 100 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ടാങ്കിന്റെ ഉള്ളളവ് എത്ര? ഒരു ടാങ്കിൽ 5ൽ 4 ഭാഗം വെള്ളമുണ്ട്. 100 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ടാങ്കിന്റെ ഉള്ളളവ് എത്ര? എ. 125 ലിറ്റർ, ബി. 200 ലിറ്റർ, സി. 250 ലിറ്റർ, ഡി. 500 ലിറ്റർ. ഉത്തരം ഡി ആണ്, 500 ലിറ്റർ. 56. ഗണിത ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാധാരമായ സിദ്ധാന്തം ഏത്? ഗണിത ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാധാരമായ സിദ്ധാന്തം ഏതാണ്? വിച്ച് ഈസ് ദ തിയറി ബിഹൈൻഡ് കണ്ടക്ടിങ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻ എ മാത്തമാറ്റിക്സ് ക്ലാസ്? എ. ചേഷ്ടാവാദം അഥവാ ബിഹേവിയറിസം. ബി. പ്രായോഗികവാദം അഥവാ പ്രാഗ്മാറ്റിസം. സി. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഡി. പ്രകൃതിവാദം അഥവാ നാച്ചുറലിസം. സി ആണ് ഉത്തരം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഗണിത ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാധാരമായ സിദ്ധാന്തം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമാണ്. സി ആണ് ഉത്തരം. 57. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിതത്തിലെ പ്രക്രിയാശേഷി അല്ലാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിതത്തിലെ പ്രക്രിയാശേഷി അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോസസ് സ്കിൽ ഓഫ് മാത്തമാറ്റിക്സ്? എ. ചോദ്യങ്ങൾ ചോദിക്കൽ, ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ബി. ഗണിതാശയങ്ങളുടെ വിനിമയം, കമ്മ്യൂണിക്കേറ്റിംഗ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ്. സി. പ്രശ്നാപഗ്രഥനം, അനലൈസിംഗ് പ്രോബ്ലം. ഡി. ഗൃഹപാഠം ചെയ്യൽ, ഡൂയിങ് ഹോംവർക്ക്. ഡി ആണ് ഉത്തരം, ഗൃഹപാഠം ചെയ്യൽ, ഡൂയിങ് ഹോംവർക്ക്. ഗണിതത്തിലെ പ്രക്രിയാശേഷി അല്ലാത്തത്, നോട്ട് എ പ്രോസസ് സ്കിൽ ഓഫ് മാത്തമാറ്റിക്സ് അല്ലാത്തത് ഗൃഹപാഠം ചെയ്യലാണ് അഥവാ ഡൂയിങ് ഹോംവർക്ക് ആണ്. ഡി ആണ് ഉത്തരം. 58. ഒരു സംഖ്യയുടെ പകുതിയുടെ 1/4 ഭാഗം 30 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ പകുതിയുടെ 1/4 ഭാഗം 30 ആയാൽ സംഖ്യ ഏത്? ഇഫ് 3/4 of half of a number is 30, then what is the number? A. 80, B. 60, C. 40, D. 24. ഉത്തരം എ ആണ്, 80 അഥവാ 80. എ ആണ് ഉത്തരം. 59. 10 ആളുകൾ 18 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതിന് എത്ര ആളുകൾ കൂടുതൽ വേണം? 10 ആളുകൾ 18 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതിന് എത്ര ആളുകൾ കൂടുതൽ വേണം? എ. 8, ബി. 10, സി. 16, ഡി. 18. എ ആണ് ഉത്തരം, 8.
8 ആളുകൾ കൂടുതൽ വേണം. എ ആണ് ഉത്തരം. 60. ടേം എൻഡ് വിലയിരുത്തൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനം ക്ലാസ് റൂം വിലയിരുത്തലാണ്? ടേം എൻഡ് വിലയിരുത്തൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനം ക്ലാസ് റൂം വിലയിരുത്തലാണ്? Which of the following type of classroom assessment is term end assessment? A. വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്. ബി. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. സി. പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഡി. പഠനം തന്നെ വിലയിരുത്തൽ, ലേണിംഗ് ആസ് അസസ്മെന്റ്. ഉത്തരം ബി ആണ്. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ബി ആണ് ശരിയായ ഓപ്ഷൻ. ഇനി നമുക്ക് ജനറൽ സയൻസ് സംബന്ധമായ ചോദ്യങ്ങൾ പരിശോധിക്കാം. 61 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളാണ് ജനറൽ സയൻസ് സംബന്ധമായ ചോദ്യങ്ങൾ. നമുക്കവ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. 61. ചില ബ്ലൂ ഗ്രീൻ ആൽഗകൾ ജൈവവളമായി ഉപയോഗിക്കുവാൻ കാരണം? Some blue-green algae are used as biofertilizers because A. അവക്ക് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിവുള്ളതുകൊണ്ട് they can perform photosynthesis. B. അവയ്ക്ക് മ്യൂസിലേജ് ആവരണം ഉള്ളതുകൊണ്ട് they are covered by mucilage. C. അവക്ക് എല്ലായിടത്തും വളരുവാൻ കഴിയുന്നതുകൊണ്ട് they can grow everywhere. D. അവക്ക് നൈട്രജൻ സ്ഥിരീകരണത്തിന് കഴിവുള്ളതുകൊണ്ട് they are capable of nitrogen fixation. ഉത്തരം ഡി ആണ്. അവക്ക് നൈട്രജൻ സ്ഥിരീകരണത്തിന് കഴിവുള്ളതുകൊണ്ട് they are capable of nitrogen fixation. 62. പഠന പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള മൂല്യനിർണയമാണ്. പഠന പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള മൂല്യനിർണയമാണ്. The type of evaluation for monitoring learning progress is A. Diagnostic evaluation. B. Formative evaluation. C. Prognostic evaluation. D. Summative evaluation. ഉത്തരം ബി ആണ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ. പഠന പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള മൂല്യനിർണയം അഥവാ ഇവാലുവേഷൻ ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ബി ആണ് ഉത്തരം. 63. താഴെ നൽകിയിരിക്കുന്നവയിൽ 3 വാലൻസ് ഇലക്ട്രോണുകളുള്ള ആറ്റം ഏതാണ്? താഴെ നൽകിയിരിക്കുന്നവയിൽ 3 വാലൻസ് ഇലക്ട്രോണുകളുള്ള ആറ്റം ഏതാണ്? The atom having 3 valence electrons among the following is A. Aluminium. B. Argon. B. Bromine. D. Silicon. ഉത്തരം എ ആണ് അലൂമിനിയം. അലൂമിനിയത്തിൽ 3 വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ട്. എ ആണ് ഉത്തരം. 64. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു സാധാരണ പാഠാസൂത്രണത്തിന്റെ അവശ്യ ഘടകം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു സാധാരണ പാഠാസൂത്രണത്തിന്റെ അവശ്യ ഘടകം അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് എ നോർമൽ ലെസൺ പ്ലാൻ? എ. ഉദ്ദേശ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ്. ബി. പഠന പ്രവർത്തനങ്ങൾ അഥവാ ലേണിംഗ് ആക്ടിവിറ്റീസ്. സി. ഉള്ളടക്ക വിശകലനം കണ്ടന്റ് അനാലിസിസ്. ഡി. പരിഹാര ബോധനം റെമഡിയൽ ഇൻസ്ട്രക്ഷൻ. ഡി ആണ് ഉത്തരം പരിഹാര ബോധനം അഥവാ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ. 65. സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ്? സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോൾ? സോളാർ എക്ലിപ്സ് ടേക്സ് പ്ലേസ് വെൻ ദി എ. സൂര്യൻ ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൺ ഈസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത്. ബി. ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ വരുമ്പോൾ എർത്ത് ഈസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് സൺ. സി. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ മൂൺ ഈസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്. ഡി. ചന്ദ്രനും സൂര്യനും ഭൂമിയും നേർരേഖയിൽ വരാത്തപ്പോൾ മൂൺ ഡസ് നോട്ട് ലൈ ഓൺ ദ ലൈൻ
joining the sun and earth. സി ആണ് ഉത്തരം. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ മൂൺ ഈസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്, അപ്പോഴാണ് സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് ഉണ്ടാവുന്നത്. 66. ഒരു ആറ്റത്തിന്റെ നാലാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര? ഒരു ആറ്റത്തിന്റെ നാലാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര? ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് that can be accommodated in the fourth shell of an atom is A 2, B 8, C 16, D 32. ഉത്തരം ഡി ആണ്, 32. ഒരു ആറ്റത്തിന്റെ നാലാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 32 ആണ്. ഡി ആണ് ഉത്തരം. 67. ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ സ്വയം മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ സ്വയം മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. The inability of a body to change its state of rest or uniform motion along a straight line is called its A ആക്കം അഥവാ മൊമെന്റം, ബി പ്രവേഗം അഥവാ വെലോസിറ്റി, സി ത്വരണം അഥവാ ആക്സലറേഷൻ, ഡി ജഡത്വം അഥവാ ഇനേർഷ്യ. ഉത്തരം ഡി ആണ്, ജഡത്വം അഥവാ ഇനേർഷ്യ. 68. നൽകിയിരിക്കുന്നവയിൽ ബഹു ആറ്റോമിക തന്മാത്ര ഏതാണ്? നൽകിയിരിക്കുന്നവയിൽ ബഹു ആറ്റോമിക തന്മാത്ര ഏതാണ്? Which among the following is polyatomic? A hydrogen, B neon, C sodium, D sulfur. ഉത്തരം ഡി ആണ്, സൾഫർ. സൾഫർ ഒരു ബഹു ആറ്റോമിക തന്മാത്രയാണ്. 69. ട്രീഷ്യത്തിൽ എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു? ട്രീഷ്യത്തിൽ എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു? The number of neutrons present in tritium is A 0, B 1, C 2, D 3. ഉത്തരം സി ആണ്, 2. ട്രീഷ്യത്തിൽ 2 ന്യൂട്രോണുകളാണ് അടങ്ങിയിരിക്കുന്നത്. 70. പരമ്പരാഗത ഊർജ സ്രോതസ് അല്ലാത്തത്. പരമ്പരാഗത ഊർജ സ്രോതസ് അല്ലാത്തത്. എക്സാമ്പിൾ ഫോർ എ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്. എ ഫോസിൽ ഇന്ധനം, ഫോസിൽ ഫ്യൂവൽ, ബി ബയോമാസ്, സി സൗരോർജം അഥവാ സോളാർ എനർജി, ഡി ജലവൈദ്യുത പദ്ധതി, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഉത്തരം സി ആണ്, സൗരോർജം അഥവാ സോളാർ എനർജി. 71. പാഠ്യപദ്ധതി എന്നത് കരിക്കുലം മീൻസ് സ്കൂളിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങളുടെ ആകെ തുക, ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസസ് ഫ്രം ദി സ്കൂൾ. ബി ക്ലാസ് മുറികളിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുക, ടോട്ടാലിറ്റി ഓഫ് ക്ലാസ് റൂം എക്സ്പീരിയൻസസ്. സി പാഠ്യവിഷയങ്ങൾ, സബ്ജക്ട്സ് ടു ബി ലേൺഡ്. ഡി കോഴ്സിന്റെ സിലബസ്, സിലബസ് ഓഫ് ദി കോഴ്സ്. ഉത്തരം എ ആണ്, സ്കൂളിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങളുടെ ആകെ തുക, ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസസ് ഫ്രം ദി സ്കൂൾ. എ ആണ് ഉത്തരം. 72. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. എ ബുധൻ അഥവാ മെർക്കുറി, ബി ശുക്രൻ അഥവാ വീനസ്, സി ഭൂമി അഥവാ എർത്ത്, ഡി ചൊവ്വ അഥവാ മാർസ്. ഉത്തരം ബി ആണ്, ശുക്രൻ അഥവാ വീനസ്. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം ഈസ് വീനസ് അഥവാ ശുക്രൻ. ബി ആണ് ഉത്തരം. 73. ആർജന്റം എന്ന പേര് ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ആർജന്റം എന്ന പേര് ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ നെയിം ആർജന്റം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി എലമെന്റ് എ ആന്റിമണി, ബി ആർഗോൺ, സി മെർക്കുറി, ഡി സിൽവർ. ഉത്തരം ഡി ആണ്, സിൽവർ. സിൽവറുമായിട്ടാണ് ആർജന്റം എന്ന പേര് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡി ആണ് ഉത്തരം. 74. കോപ്പറേറ്റീവ് ലേണിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ്? കോപ്പറേറ്റീവ് ലേണിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ്? കോമ്പറ്റീഷൻ, ബി ഗ്രൂപ്പ് ഡിസ്കഷൻ, സി ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, ഡി പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ്. എ ആണ് ഉത്തരം, കോമ്പറ്റീഷൻ. കോപ്പറേറ്റീവ് ലേണിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് കോമ്പറ്റീഷനാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് ഇതൊക്കെ കോപ്പറേറ്റീവ് ലേണിംഗിൽ ഉണ്ടായിരിക്കും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ് കോമ്പറ്റീഷൻ. എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 75. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രൊജക്റ്റഡ് എയ്ഡ് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രൊജക്റ്റഡ് എയ്ഡ് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൊജക്റ്റഡ് എയ്ഡ്? എ ബ്ലാക്ക് ബോർഡ്, ബി കാർട്ടൂണുകൾ, സി ഓവർഹെഡ് പ്രൊജക്ടർ, ഡി ഗ്രാഫുകൾ. ഉത്തരം സി ആണ്, ഓവർഹെഡ് പ്രൊജക്ട്. സി ആണ് ഉത്തരം. 76. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കൊഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ് ആണ്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കൊഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ് ആണ്. ഹയസ്റ്റ് ലെവൽ ഓഫ് കൊഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഓൺ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഈസ് എ അനലൈസിംഗ്, ബി അപ്ലൈയിങ്, സി ക്രിയേറ്റിംഗ്, ഡി ഇവാലുവേറ്റിംഗ്. സി ആണ് ഉത്തരം, ക്രിയേറ്റിംഗ്. 77. 10 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്റെ ഭാരം 10 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്റെ ഭാരം വെയിറ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് 10 kg. എ 10 ന്യൂട്ടൺ, ബി 49 ന്യൂട്ടൺ, സി 98 ന്യൂട്ടൺ, ഡി 0.1 ന്യൂട്ടൺ. ഉത്തരം സി ആണ്, 98 ന്യൂട്ടൺ. സി ആണ് ഉത്തരം. 78. വിശകലനം ബുദ്ധിമണ്ഡലം, ഓർഗനൈസേഷൻ ഡാഷ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അനാലിസിസ് കോഗ്നിറ്റീവ് ഡൊമൈൻ, ഓർഗനൈസേഷൻ ഡാഷ്. എ വൈകാരിക മണ്ഡലം അഥവാ അഫക്റ്റീവ് ഡൊമൈൻ, ബി മനഃചാലക മണ്ഡലം സൈക്കോമോട്ടോർ ഡൊമൈൻ, സി സർഗാത്മക മണ്ഡലം ക്രിയേറ്റിവിറ്റി ഡൊമൈൻ, ഡി മനോഭാവ മണ്ഡലം ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ. ഉത്തരം എ ആണ്, വൈകാരിക മണ്ഡലം അഥവാ അഫക്റ്റീവ് ഡൊമൈൻ. എ ആണ് ഉത്തരം. 79. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ പെടാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ പെടാത്തത്? എ അസ്കോർബിക് ആസിഡ്, ബി ഫോളിക് ആസിഡ്, സി നിയാസിൻ, ഡി റൈബോഫ്ലാവിൻ. ഉത്തരം എ ആണ്, അസ്കോർബിക് ആസിഡ്. അത് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ പെടാത്തതാണ്. എ ആണ് ഉത്തരം, അസ്കോർബിക് ആസിഡ്. 80. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിർവീരീകരണ പ്രവർത്തനത്തിന് ഉദാഹരണം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിർവീരീകരണ പ്രവർത്തനത്തിന് ഉദാഹരണം ഏതാണ്? വിച്ച് among the following is an example for neutralization reaction? ഇതിൽ ഉത്തരം മാത്രം പറയാം. സി ആണ് ഉത്തരം. HCl പ്ലസ് KOH, HCl പ്ലസ് H2O. സി ആണ് ഉത്തരം. 81. പീരിയോഡിക് ടേബിൾ എന്ന പാഠഭാഗം പഠിപ്പിച്ചതിന് ശേഷം ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അറിവുകൾ
കുട്ടികൾ എത്രത്തോളം നേടിയിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതിന് അധ്യാപകന് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ശോധകം ഏതാണ്? പീരിയോഡിക് ടേബിൾ എന്ന പാഠഭാഗം പഠിപ്പിച്ചതിന് ശേഷം ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട അറിവുകൾ കുട്ടികൾ എത്രത്തോളം നേടിയിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതിന് അധ്യാപകന് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ശോധകം ഏതാണ്? എ. നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ബി. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. സി. സിദ്ധി ശോധകം അഥവാ അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഡി. താരതമ്യ ശോധകം അഥവാ കമ്പാരറ്റീവ് ടെസ്റ്റ്. ഉത്തരം സി ആണ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് അഥവാ സിദ്ധി ശോധകം. അച്ചീവ്മെന്റ് ടെസ്റ്റ് സി ആണ് ഉത്തരം. 82. താഴെ പറയുന്നവയിൽ ഏതാണ് HIV പകരുന്നതിന് കാരണമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് HIV പകരുന്നതിന് കാരണമല്ലാത്തത്? Which of the following is not a cause of HIV transmission? എ. ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ, മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ്. ബി. രോഗബാധയുള്ള സൂചിയുടെ ഉപയോഗം, ഷെയറിംഗ് ഇൻഫെക്റ്റഡ് നീഡിൽസ്. സി. പാത്രങ്ങളുടെ പങ്കിടൽ, ഷെയറിംഗ് ഓഫ് യൂട്ടൻസിൽസ്. ഡി. രോഗബാധയുള്ള രക്തം സ്വീകരിക്കൽ, ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ്. സി ആണ് ഉത്തരം, പാത്രങ്ങളുടെ പങ്കിടൽ, ഷെയറിംഗ് ഓഫ് യൂട്ടൻസിൽസ്. അതുവഴി HIV പകരുന്നതല്ല. സി ആണ് ഉത്തരം. 83. മൃദുലോഹത്തിന് ഉദാഹരണമേത്? എ. സോഫ്റ്റ് മെറ്റൽ എമംഗ് ദി ഫോളോയിങ് ഈസ്. എ. ഇരുമ്പ്. ബി. സോഡിയം. സി. ടൈറ്റാനിയം. ഡി. ടങ്സ്റ്റൺ. ഉത്തരം ബി ആണ്, സോഡിയം. സോഡിയം ഒരു മൃദുലോഹമാണ് അഥവാ ഒരു സോഫ്റ്റ് മെറ്റലാണ്. ബി ആണ് ഉത്തരം, സോഡിയം. 84. ജീവികളുടെ തിരിച്ചറിയൽ, നാമകരണം, വർഗീകരണം എന്നിവയെ പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ്. ജീവികളുടെ തിരിച്ചറിയൽ, നാമകരണം, വർഗീകരണം എന്നിവയെ പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ്. വിച്ച് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. എ. അനാട്ടമി. ബി. ഇക്കോളജി. സി. മോർഫോളജി. ഡി. ടാക്സോണമി. ഉത്തരം ഡി ആണ്, ടാക്സോണമി. 85. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്ന വിധം സജ്ജീകരിക്കുന്നത് കാണിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ചാർട്ട്. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്ന വിധം സജ്ജീകരിക്കുന്നത് കാണിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ചാർട്ട്. എ. ടേബിൾ ചാർട്ട്. ബി. കണ്ടന്റ് ചാർട്ട്. സി. പിക്ചർ ചാർട്ട്. ഡി. ട്രീ ചാർട്ട്. ഉത്തരം സി ആണ്, പിക്ചർ ചാർട്ട്. 86. ഒരു പോപ്പുലേഷനിലെ ജീനുകളുടെ ആകെത്തുകയാണ്. ഒരു പോപ്പുലേഷനിലെ ജീനുകളുടെ ആകെത്തുകയാണ്. The sum of genes in a population is called. A. Gene pool. B. Gene type. C. Karyotype. D. Phenotype. ഉത്തരം എ ആണ്, ജീൻ പൂൾ. ഒരു പോപ്പുലേഷനിലെ ജീനുകളുടെ ആകെത്തുകയാണ് ജീൻ പൂൾ. എ ആണ് ഉത്തരം. 87. രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം കൊണ്ടാണ്? രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം കൊണ്ടാണ്? Blood does not clot inside blood vessels due to the presence of A. Fibrinogen. B. Heparin. C. Thrombin. D. Vitamin K. ഉത്തരം ബി ആണ്, ഹെപ്പാരിൻ. ഹെപ്പാരിന്റെ സാന്നിധ്യം കൊണ്ടാണ് രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്നത്. ബി ആണ് ഉത്തരം, ഹെപ്പാരിൻ. 88. ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം.
ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത മാധ്യമം. സൗണ്ട് വേവ്സ് കനോട്ട് ട്രാവൽ ത്രൂ എ ഖരവസ്തുക്കൾ അഥവാ സോളിഡ്സ്. ബി ദ്രാവകങ്ങൾ അഥവാ ലിക്വിഡ്സ്. സി വാതകങ്ങൾ അഥവാ ഗ്യാസസ്. ഡി ശൂന്യസ്ഥലം അഥവാ വാക്വം. ഉത്തരം ഡി ആണ്, ശൂന്യസ്ഥലം അഥവാ വാക്വം. ശബ്ദ തരംഗങ്ങൾക്ക് ശൂന്യസ്ഥലത്തൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ഡി ആണ് ഉത്തരം. 89. ഇരു ജീവികൾക്കും ഉപകാരപ്രദമായ ജീവികളുടെ പരസ്പര ബന്ധമാണ്. ഇരു ജീവികൾക്കും ഉപകാരപ്രദമായ ജീവികളുടെ പരസ്പര ബന്ധമാണ് the type of interaction among organism in which both are benefited is commensalism, B mutualism, C parasitism, D predation. ഉത്തരം മ്യൂച്വലിസം ആണ്. ബി ആണ് ഉത്തരം, മ്യൂച്വലിസം. 90. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എ ലാക്ടോമീറ്റർ, ബി ബാരോമീറ്റർ, സി തെർമോമീറ്റർ, ഡി ഹൈഡ്രോമീറ്റർ. ഉത്തരം ബി ആണ്, ബാരോമീറ്റർ. ബി ആണ് ഉത്തരം.